Hi all, I am Abhida from Adme International. എനിക്കറിയാം നിങ്ങൾ ഇന്ന് എല്ലാവരും നമ്മുടെ OET എക്സാമിന്റെ ഇൻട്രോസ്പെക്ഷൻ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ആസ് പെർ അവർ സ്റ്റുഡൻസ് കമന്റ്സ് ലെറ്റ്സ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ടുഡേയ്സ് മോഡ്യൂൾസ്. ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ ലിസണിങ്ങിനെ കുറിച്ച് നോക്കാം. ലിസണിങ്ങിന് ഇന്ന് എ പാർട്ടിൽ വന്നത് ഒരു പീഡിയാട്രീഷ്യൻ പേരന്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. അതിന്റെ ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബോട്ടുലിസം ആയിരുന്നു. അതുപോലെ തന്നെ ലിസണിങ് പാർട്ട് എയിലെ തന്നെ രണ്ടാമത്തേതിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കാർഡിയോളജിസ്റ്റ് ഒരു പേഷ്യന്റുമായിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു. പാർട്ട് സിയിൽ വന്നിട്ട് പ്രസന്റേഷൻ ആയിരുന്നു. ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു നമ്മുടെ BP യെ കുറിച്ചുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു കൊടുത്തിരുന്നത്. രണ്ടാമത്തേത് വന്നിട്ട് ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതിൽ നമ്മുടെ നീഡിൽ ഫോബിയയെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അടുത്ത സെക്കൻഡ് മോഡ്യൂളായ റീഡിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം. റീഡിങ്ങിൽ പാർട്ട് എയിൽ വന്നത് എക്സിമ ആയിരുന്നു. എക്സിമയിൽ ഫസ്റ്റ് പാസേജിൽ വന്നിട്ട് അതിന്റെ ടൈപ്സ് ഓഫ് എക്സിമ, പിന്നെ വന്നിട്ട് കോംപ്ലിക്കേഷൻസ്, നെക്സ്റ്റ് അതിന്റെ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഡിസ്ചാർജ് അഡ്വൈസ് അറ്റ് ഹോം. ഇതായിരുന്നു നമ്മുടെ റീഡിംഗ് പാർട്ട് എയിൽ വന്നിരുന്നത്. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ നമുക്ക് യൂഷ്വലി വരുന്ന പോലെ തന്നെ ഗൈഡ് ലൈൻസ്, മെമ്മോ, അതുപോലെ ഇമെയിൽ അതൊക്കെയായിരുന്നു. പാർട്ട് സിയിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് വന്നിട്ട് കൊളസ്ട്രോൾ ആയിരുന്നു. ഒരു ഡിസീസ് കണ്ടീഷനെ കുറിച്ചായിരുന്നു അവർ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ റീഡിങ്ങിന്റെ രണ്ടാമത്തേതിൽ വന്നിട്ട് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, അതൊരു റിസർച്ച് മെറ്റീരിയൽ ആയിരുന്നു. നെക്സ്റ്റ് മോഡ്യൂൾ റൈറ്റിംഗ് ആയിരുന്നു. സോ അതിൽ ഇന്നത്തേത് വന്ന് നോൺ കേസ് ആയിരുന്നു. ഓൺ GPക്കുള്ള ലെറ്റർ ആയിരുന്നു. പേഷ്യന്റ് ഓൾറെഡി ഡയഗ്നോസ്ഡ് വിത്ത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇപ്പോൾ പേഷ്യന്റ് വന്നത് ചെസ്റ്റ് പെയിനും അസോസിയേറ്റഡ് സിംറ്റംസ് ആയിട്ടായിരുന്നു. സോ ആ പേഷ്യന്റിന് നമ്മൾ ഡയഗ്നോസ്റ്റിക് വാലുവേഷൻ ചെയ്ത് ഡയഗ്നോസിസ് ടെർമിനൽ സ്റ്റേജ് ഓഫ് ക്യാൻസർ എന്ന് കൺഫേം ചെയ്തു. സോ അതുകൊണ്ട് പേഷ്യന്റിന്റെ ഒരു ഫോളോ അപ്പ് അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റിന് വേണ്ടി പേഷ്യന്റിന്റെ ഓൺ GPക്ക് അയക്കുന്ന ഒരു ലെറ്റർ ആയിരുന്നു ഇത്. ലാസ്റ്റ് മോഡ്യൂളായ സ്പീക്കിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്നത്തെ സ്പീക്കിങ്ങിന് സ്ട്രോക്ക്, മെറിംഗോപ്ലാസ്റ്റി, ആക്നി, അബ്ഡമൻ പെയിൻ ഇതൊക്കെയാണ് വന്നത്. സോ ഓവറോൾ ഇന്നത്തെ എക്സാം പൊതുവെ ഈസി ആയിരുന്നെന്നാണ് നമ്മുടെ സ്റ്റുഡൻസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.